ഹായ്, ഇതാണ് കേട്ടോ ഞാൻ അന്ന് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വെച്ചേക്കുന്ന മാവിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കാണിച്ചു തന്നില്ലേ? 2-3 പ്രാവശ്യം കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ക്ഷമ നശിച്ച് ഞാൻ അത് അഴിച്ചിട്ട് ആ കവറ് കെട്ടിയേക്കുന്ന അഴിച്ചു. കണ്ടോ, ഇതാണ് അതിൻ്റെ തളിർപ്പ് കേട്ടോ. ഞാൻ കവറിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പം ഞാൻ ആ അഴിച്ച കാരണം ഇപ്പം വീണ്ടും കാണിച്ചതാ കേട്ടോ. ഇതിങ്ങനെയാണുള്ളത് കേട്ടോ. അപ്പം അതുണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ. അതേപോലെ തന്നെ അത് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ചുറ്റിയതിൻ്റെ അവിടെ ഞാൻ വേറൊരു കവറും കൂടെ വെറുതെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമെങ്ങാനും ഇറങ്ങി നാശാവണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അതേപോലെ തന്നെ വേറെ ഒരെണ്ണത്തിൽ ഞാൻ ചെയ്തില്ലായിരുന്നു. പക്ഷെ അതിനിങ്ങനെ തളിർപ്പൊന്നുമായിട്ട് കാണുന്നില്ലെങ്കിലും അത് അതേപടി അങ്ങനെ കൂമ്പിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ അറിയില്ല. അതിനും ഞാൻ അതേപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ചുറ്റിയ സ്ഥലത്ത് ഒരു കവറ് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഏത് മാങ്ങയാണെന്ന് ചോദിച്ചു. മാവ് ഏതാണെന്നോ അങ്ങനെ മാങ്ങ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. കടയിലൊക്കെ ഉപ്പിലിട്ട് വെക്കുന്ന മാങ്ങയാണിത്. ഈ മാവിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ ചെയ്തത്.